ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പം JEE ട്രാക്ക് മെഷീൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമിലാണല്ലോ. അതിൽ നമ്മൾ ഈ ട്രാക്ക് മെഷീൻ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാമെന്നുള്ളത് ഒരു 60-70% ഓപ്പറേഷൻസ് നടക്കുന്നത് ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് സർക്യൂട്ട്സ് വഴിയാണ്, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ആക്ച്വേറ്റഡ് മെക്കാനിസംസ് വഴിയാണ് ആ ട്രാക്ക് മെഷീൻ ഫുള്ളും വർക്ക് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഈ ഒരു സെഷനിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഹൈഡ്രോളിക് സർക്യൂട്ട്സ്, അതിൻ്റെ ബേസിക് ലോജിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ബേസിക് കമ്പോണൻസ് എന്തൊക്കെ വേണം ഒരു മിനിമൽ ഹൈഡ്രോളിക് സർക്യൂട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതിനെപ്പറ്റി കുറച്ച് നോളജ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മെക്കാനിക്കൽ ഇതര ബ്രാഞ്ചസിന് അവർ ഹൈഡ്രോളിക്സിനെ പറ്റി അധികം ഐഡിയാസ് കാണത്തില്ല. അപ്പോൾ ഒത്തിരി പേര് സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാണ് DC വാൽവ്, എന്തിനാണ് പ്രഷർ റെഡ്യൂസിങ് വാൽവ്, എന്തിനാണ് പ്രഷർ സേഫ്റ്റി വാൽവ്, അപ്പം ഇതൊക്കെ എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ ബേസിക്സ് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഈ ഒരു സെഷൻ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതിൽ നോക്കാം നമുക്ക്. ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ്, ഫ്ലൂയിഡ് പവർ ഹൈഡ്രോളിക്സ്. നമുക്കറിയാം, നമ്മുടെ ട്രാക്ക് മെഷീനിൽ എല്ലാ എക്യുപ്മെൻസും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടാമ്പിങ് യൂണിറ്റ് ആവട്ടെ, ലൈനിങ് യൂണിറ്റ് ആവട്ടെ, ലിഫ്റ്റിംഗ് യൂണിറ്റ് ആവട്ടെ, എല്ലാം ഹൈഡ്രോളിക് സർക്യൂട്ട്സ് വെച്ചിട്ടാണ് അതിനെ ആക്ച്വേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഹൈഡ്രോളിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലൂയിഡാണ് പവർ കൊടുക്കുന്നത്. ഈ ഫ്ലൂയിഡിന്റെ പവറിലാണ് നമ്മൾ ഇത്രയും വർക്ക് അല്ലെങ്കിൽ ഇത്രയും ആക്ച്വേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഫ്ലൂയിഡിന് പവർ കൊടുക്കുന്നത്? ബേസിക്കലി നമുക്കറിയാന്നുള്ളത്, ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ അത് ഫ്ലോയബിളും ആണെന്നുള്ളത്. അപ്പം ഈ സ്റ്റാറ്റിക് ആയിട്ടൊരു ടാങ്കിൻ്റെ അകത്ത് ഉള്ള ലിക്വിഡിനെ, ഫ്ലൂയിഡിനെ നമ്മൾ എങ്ങനെയാണ് എനർജൈസ് ചെയ്യുന്നത്? ആ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പമ്പ് ഉപയോഗിക്കും. ഈ വീട്ടിലൊക്കെ നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിൽ നിന്നും വാട്ടറിനെ പമ്പ് ചെയ്ത് നമ്മൾ ടെറസിലേക്ക് കയറ്റത്തില്ല. അതേപോലെ തന്നെയാണ് ലോ എനർജിയിലുള്ള ഫ്ലൂയിഡിനെ ഒരു പമ്പ് ഉപയോഗിച്ച് ഹൈ എനർജിയിലോട്ട് മാറ്റും. ഇവിടെ ഹൈ എനർജി മീൻസ് ഹൈ പ്രഷർ എനർജി. പ്രഷർ എനർജിയാണ് നമ്മൾ ഹൈ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൈ പ്രഷർ എനർജി വെച്ചിട്ട് നമ്മുടെ ആക്ച്വേറ്റേഴ്സിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ ആക്ച്വേറ്റേഴ്സ് ഏത് തരം ആക്ച്വേറ്റേഴ്സ് ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഷൻസിലോട്ട് മാറ്റും. അപ്പം ആക്ച്വേറ്റേഴ്സ് എന്താണ്, എത്ര തരമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പം ഇതാണ് ബേസിക് കൺസെപ്റ്റ്. അതായത് ലോ എനർജി ലെവലിലുള്ള ഫ്ലൂയിഡിനെ നമ്മളൊരു പമ്പ് ഉപയോഗിച്ച് ഹൈ പ്രഷർ എനർജിയിലോട്ട്, ഹൈ എനർജി ഫ്ലൂയിഡിലോട്ട് മാറ്റും, സ്റ്റേജിലോട്ട് മാറ്റും. ആ ഹൈ എനർജി ഫ്ലൂയിഡ് വെച്ചിട്ട് നമ്മുടെ ആക്ച്വേറ്റേഴ്സിനെ വർക്ക് ചെയ്യിപ്പിക്കും. ഇതാണ് ഹൈഡ്രോളിക്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി ഈ സെഷനിൽ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം. ബേസിക് എന്താണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്നുള്ളത്, പിന്നെ എത്ര തരം അല്ലെങ്കിൽ ഹൈഡ്രോളിക് സർക്യൂട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടൊരു കമ്പോണൻസ് വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ആക്ച്വേറ്റേഴ്സ് എന്താണ്, വാൽവ്സ്, പിന്നെ അതിൻ്റെ കുറേ ആക്സസറീസ്. ഞാനിപ്പം ഈ സെഷനിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. എന്താണ് ബേസിക് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് പവർ എന്നും എന്താണ് ഹൈഡ്രോളിക് സർക്യൂട്ട്സ് എന്നും ബേസിക് ആയിട്ടുള്ളത്. ഓക്കെ, ശരി. ഇതിൽ ഫ്ലൂയിഡ് പവർ സർക്യൂട്ട്, ബേസിക് ആയിട്ടുള്ള ഒരു ഹൈഡ്രോളിക് സർക്യൂട്ട്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മിനിമലായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനർജൈസ് ചെയ്യിക്കാനുള്ള ഒരു എക്യുപ്മെന്റ്. ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ഫ്ലൂയിഡിനെ എനർജൈസ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു പമ്പാണ്. അപ്പം ഈ പമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോ എനർജി ലെവലിലെ ഫ്ലൂയിഡിനെ ഹൈ എനർജി ലെവലിലോട്ട് മാറ്റുന്നത്. അതിന് ഉപയോഗിക്കുന്നതാണ് പമ്പ്. ഓക്കെ, ഹൈ എനർജി ലെവലിലോട്ട് മാറ്റുന്നത്. അപ്പം അതിന് നമുക്ക് പമ്പ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഇവിടെ ലോ എനർജി ലെവലിൽ കിടക്കുന്ന ഫ്ലൂയിഡിനെ ഹൈ എനർജി ലെവലിലോട്ട് മാറ്റുന്നത്. ശരി, ഇനി ഇവിടെ ഈ ഹൈ എനർജി ലെവൽ ഫ്ലൂയിഡിനെ നമ്മളൊരു ഡയറക്ഷൻ കൺട്രോൾ വാൽവ്സ് വഴി, DCV വാൽവ് വഴി, ഓക്കെ, ഈ DCV വാൽവ് എന്ന് വെച്ചാൽ ഡയറക്ഷൻ കൺട്രോൾ വാൽവ്സ്. ഈ ഡയറക്ഷൻ കൺട്രോൾ വാൽവിൻ്റെ മീൻസ് എന്താണ് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൊടുക്കുന്ന ഹൈ എനർജി ഫ്ലൂയിഡിനെ ഏത് ഡയറക്ഷനിലോട്ട് കടത്തി വിടണമെന്ന് നിശ്ചയിക്കുന്നത് ഈ ഡയറക്ഷൻ കൺട്രോൾ വാൽവാണ്. ഈ ഡയറക്ഷൻ കൺട്രോൾ വാൽവിന് പല പൊസിഷൻസ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു ഡയറക്ഷൻ കൺട്രോൾ വാൽവിന് 3 പൊസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 വേ വഴി നമുക്ക് ഫ്ലൂയിഡിനെ പാസ് ചെയ്ത് വിടാൻ പറ്റുമെന്നുള്ളതാണ് ബേസിക് ലോജിക്. ഓക്കെ, അതായത് ഇപ്പം ഡയറക്ഷൻ കൺട്രോൾ വാൽവിന് 2 പൊസിഷൻസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷൻ കൺട്രോൾ വാൽവിന് നമ്മൾ ഈ ഹൈ എനർജി ഫ്ലൂയിഡിനെ 2 വേയിൽ, ഒരു വേ ഇതും ഒരു വേ വേറൊരു വഴി കൂടി നമുക്ക് ഈ ഫ്ലൂയിഡിനെ കടത്തിവിടാൻ പറ്റും. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ലോജിക്. ശരി, ഈ DCVയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ആക്ച്വേറ്റേഴ്സിലേക്ക് പോകും.
ആക്ച്വേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന ആക്ച്വേറ്റേഴ്സ് രണ്ട് തരത്തിലാണ് ബേസിക്കലി നമ്മുടെ ട്രാക്ക് മെഷീനിൽ കണ്ടുവരുന്നത്. ഒന്ന് വന്നിട്ട് ലീനിയർ ആക്ച്വേറ്റേഴ്സ്, രണ്ടാമതൊന്ന് റോട്ടറി ആക്ച്വേറ്റേഴ്സ്. ഓക്കെ, ലീനിയർ ആക്ച്വേറ്റേഴ്സ് എന്ന് വെച്ചാൽ സിലിണ്ടർ, നമ്മൾ ഹൈഡ്രോളിക് സിലിണ്ടർ എന്ന് വിളിക്കത്തില്ലേ, ഹൈഡ്രോളിക് സിലിണ്ടർ. ഓക്കെ, റോട്ടറി ആക്ച്വേറ്റേഴ്സ് മോട്ടർ, നമ്മൾ വൈബ്രേറ്ററി മോട്ടറൊക്കെ നിരോധിക്കുന്നത്. അപ്പോൾ എന്താണ് ആക്ച്വേറ്റർ? ആക്ച്വേറ്റർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ആവശ്യമുള്ള ഒരു വർക്ക് തരണം. ഓക്കെ, ദാറ്റ് മീൻസ് ഹെൽപ്പ് us to achieve the desired work output. നമുക്കിപ്പം വർക്ക് ഔട്ട്പുട്ട് രണ്ട് തരത്തിലാണ് നമുക്ക് വരുന്നത്. ടാമ്പിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീനിയർ ആക്ച്വേഷൻ ആണ് വേണ്ടത്, അതായത് ലീനിയർലി മൂവ് ചെയ്യണം. ഓക്കെ, അല്ല എനിക്കൊരു ഷാഫ്റ്റിനെ കറക്കണമെന്നുണ്ടെങ്കിൽ അത് റോട്ടറി ആക്ച്വേറ്റേഴ്സിനെ പറ്റത്തുള്ളൂ. അതായത് ഈ ലീനിയർ ആക്ച്വേഷൻ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് വെച്ചിട്ടാണ്. ഈ മോട്ടറിനെ നമ്മൾ കറക്കണം അല്ലെങ്കിൽ ഈ ഷാഫ്റ്റിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ മോട്ടറാണ് വേണ്ടത്. അപ്പം അതിനെ റോട്ടറി ആക്ച്വേറ്റേഴ്സ് വഴി, അതായത് മോട്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റോട്ടറി മോട്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മളിതിനെ ആക്ച്വേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന് രണ്ടിനെ നമ്മൾ ആക്ച്വേറ്റർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വർക്കായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്, അതിനെയാണ് വിളിക്കുന്നത് ആക്ച്വേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ശരി, ഇനി ഇതിനെല്ലാം ഉപരി ഒരു സെക്കൻഡറി ആയിട്ടുള്ളതിനെയാണ് സേഫ്റ്റി അക്സസറീസ് എന്ന് വിളിക്കുന്നത്. ഈ സേഫ്റ്റി അക്സസറീസിൽ ഉൾപ്പെടുന്നതാണ് ഈ പ്രഷർ റിലീഫ് വാൽവ്, പിന്നെ അൺലോഡിംഗ് വാൽവ്, സേഫ്റ്റി വാൽവ്, അൺലോഡിംഗ് വാൽവ്, പിന്നെ സേഫ്റ്റി വാൽവ്സ്. ഇതൊക്കെ ഈ സേഫ്റ്റി അക്സസറീസ് വരുന്നത്. ഈ സേഫ്റ്റി അക്സസറീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡറി ഡിവൈസസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് ഈ സേഫ്റ്റി അക്സസറീസ്, ഈ പ്രഷർ റിലീഫ് വാൽവ്, അൺലോഡിംഗ് വാൽവ്, സേഫ്റ്റി വാൽവ്, ഇതൊന്നും ഇല്ലെങ്കിലും ഈ ഹൈഡ്രോളിക് സർക്യൂട്ട്സ് വർക്ക് ചെയ്യും. ഓക്കെ, ഇത് വർക്ക് ചെയ്യും. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സേഫ്റ്റി കൺസേൺ കാണത്തില്ല. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഈ ഹൈഡ്രോളിക് സർക്യൂട്ട്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് 50 ബാർ പ്രഷറിന് വേണ്ടിയിട്ടാണെന്ന് കൺസിഡർ ചെയ്യുക. എക്സാമ്പിൾ. ഓക്കെ, 50 ബാർ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോസസ്, അതിന്റെ ജോയിന്റ്സ് ഒക്കെ 50 ബാർ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ കൊടുക്കുന്ന ഈ പമ്പിന് പവർ കൂടിയിട്ട് ഇത് 50 ബാർ എന്നുള്ളത് 55 ബാറോ 60 ബാറിലേക്ക് ഓവർഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രഷർ ഓവർഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹോസസിനും ജോയിന്റ്സിനും ആ പ്രഷർ താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. അത് കാരണം ആ ഹോസസ് ഒക്കെ ചിലപ്പോൾ ബേസ്റ്റ് ആവാനോ അല്ലെങ്കിൽ ഫെയിൽ ആവാനോ ചാൻസസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് സേഫ്റ്റി ഡിവൈസസ് കൺസിഡർ ചെയ്യും. അതായത് ഇവിടെ ഒരു പ്രഷർ റിലീഫ് വാൽവ്, PRV, പിന്നെ ഒരു അക്യുമുലേറ്റർ, ഇതൊക്കെ സേഫ്റ്റി അക്സസറീസ് ആയിട്ട് വരുന്നത്. അക്യുമുലേറ്റർ ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈൻസിൽ നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ അതിനെയൊക്കെ പറ്റി രണ്ടാമത്. ആദ്യം എന്താണ് ഒരു ബേസിക് ഹൈഡ്രോളിക് സർക്യൂട്ട്സ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ 50 ബാറിൽ നിന്നും 60 ബാറിലേക്ക് ഓവർഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഓവർഷൂട്ടിനെ നമ്മുടെ ഹൈഡ്രോളിക് സിസ്റ്റം വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഘടിപ്പിക്കുന്ന കുറേ അക്സസറീസ് ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ആദ്യം ബേസിക് ആയിട്ടുള്ള കമ്പോണൻസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്ച്വേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ആക്ച്വേറ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ആക്ച്വേറ്റേഴ്സ് ഉണ്ട്, ലീനിയർ ആക്ച്വേറ്റേഴ്സും റോട്ടറി ആക്ച്വേറ്റേഴ്സും. അപ്പം ലീനിയർ ആക്ച്വേറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന പോലെ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ്. ഓക്കെ, ഈ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാ. ഈ യെല്ലോ കളർ പുറത്തുള്ളത് നമ്മൾ സിലിണ്ടർ എന്ന് വിളിക്കും, അകത്തുള്ളത് പിസ്റ്റൺ. ഓക്കെ, അത് പിസ്റ്റണും ഇത് പിസ്റ്റൺ സൈഡും ഇത് റോഡും. ഓക്കെ, ശരി. അപ്പോൾ ഇതെങ്ങനെ ആക്ച്വേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സിന് രണ്ട് തരം മോഷൻസ് ആണുള്ളത്. അതായത് ഒരു എക്സ്റ്റൻഷൻ മോഷനും ഒരു റിട്രാക്ഷൻ മോഷൻ. ഓക്കെ, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മോഷൻ നമുക്ക് വിളിക്കാൻ വേണമെങ്കിൽ ദാറ്റ് മീൻസ് എക്സ്റ്റൻഷനും റിട്രാക്ഷനും. ഇത് മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് ആദ്യം നമുക്ക് എക്സ്റ്റൻഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എക്സ്റ്റൻഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ ഹൈ പ്രഷർ എനർജിയുള്ള ഫ്ലൂയിഡിനെ നമ്മൾ ഇൻലെറ്റ് പിസ്റ്റൺ സൈഡ് വഴി നമ്മൾ കടത്തി വിടുകയും ഈ പിസ്റ്റൺ സൈഡിലേക്ക് ഹൈ ഫോഴ്സ് അത് എക്സേർട്ട് ചെയ്യും. കാരണം ഹൈ എനർജി ആണല്ലോ, ഹൈ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഹൈ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് ഈ പിസ്റ്റൺ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് തുടങ്ങും. ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത്
ഈ റോഡിനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിനെ എക്സ്റ്റൻഷൻ നടക്കും. ദാറ്റ് മീൻസ് റോഡ് എക്സ്റ്റെൻഡ് ആകും. അറ്റ് ദ സെയിം ടൈം എന്താ, ഈ സ്പേസിൻ്റെ അകത്തുള്ള കുറേ ഫ്ലൂയിഡ്സ് ഉണ്ടല്ലോ, ഈ ഫ്ലൂയിഡ്സ് ഈ ഗ്യാപ്പ് വഴി നമ്മുടെ ടാങ്കിലോട്ട് പോകും. ഓക്കെ, ഇനി റിട്രാക്ഷൻ മോഡിൽ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ, റിട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ റോഡിനെ റിട്രാക്ട് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കുക. അതിനെയാണല്ലോ റിട്രാക്ഷൻ നമ്മൾ വിളിക്കുന്നത്. അപ്പം റിട്രാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഹൈ പ്രഷർ എനർജിയുള്ള ഫ്ലൂയിഡിനെ, അതായത് ഇപ്പോൾ ഈ ബ്ലൂ കളറാണ് ഹൈ പ്രഷർ എനർജിയുള്ള ഫ്ലൂയിഡ് എന്ന് കൺസിഡർ ചെയ്യാം. ഹൈ പ്രഷർ എനർജിയുള്ള ഫ്ലൂയിഡിനെ നമ്മൾ ഈ സൈഡ് വഴി ഇൻടേക്ക് നമ്മൾ സിലിണ്ടറിൻ്റെ അകത്തേക്ക് കൊടുക്കുമ്പോഴേക്കും ഇത് ഫുള്ളും ഫില്ല് ചെയ്യും. ഈ ഹൈ എനർജിയുള്ള ഫ്ലൂയിഡ് ഈ സൈഡ് പിസ്റ്റൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ എനർജൈസ് ചെയ്യിക്കും, ഫോഴ്സ് എക്സേർട്ട് ചെയ്യിക്കും. അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് ഈ പിസ്റ്റൺ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ആവും. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഇതിനകത്ത് ഓൾറെഡി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള കുറേ ഫ്ലൂയിഡ്സ് നേരത്തെ ഉണ്ടായിരുന്നില്ലേ, ഈ ഫ്ലൂയിഡ്സ് ഈ ഇൻലെറ്റ് വഴി നേരെ തിരിച്ച് ടാങ്കിലേക്ക് പോകും. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയായിരുന്നു പ്രഷറൈസ്ഡ് എനർജി ഫ്ലൂയിഡ് ഒരു കണ്ടീഷനിൽ നമ്മൾ ഇവിടെയും കൊടുത്തു, വേറൊരു കണ്ടീഷനിൽ ഇവിടെയും കൊടുത്തു. ഓക്കെ, അതായത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ പ്രഷർ എനർജി ഇവിടെ കൊടുക്കണം. എ എന്ന് പറഞ്ഞ് ഇത് എ എന്ന് പറയാം, ഇത് ബി എന്ന് പറയാം. ഓക്കെ, എ എന്ന് പറഞ്ഞ സൈഡിലേക്ക് കൊടുക്കണം. റിട്രാക്ട് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഹൈ പ്രഷർ എനർജി ഉള്ള ഫ്ലൂയിഡിനെ ബി സൈഡിലോട്ട് കൊടുക്കണം. അപ്പൊ ഈ പ്രഷർ ഫ്ലൂയിഡിനെ ഏത് ഡയറക്ഷനിലേക്ക് കൊടുക്കണം എന്ന് നിശ്ചയിക്കുന്നതാണ് നമ്മുടെ ഡയറക്ഷൻ കൺട്രോൾ വാൽവിന്റെ ഡ്യൂട്ടി. ഓക്കെ, അത് നമ്മൾ പല രീതിക്ക് നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാം. അതിലോട്ട് വരാം. ഓക്കെ, ഇതാണ് ബേസിക് ലീനിയർ സർക്യൂട്ട്. ഓക്കെ, ഈ പിസ്റ്റൺ സിലിണ്ടറിന്റെ കേസ് പറയുമ്പോൾ, ഹൈഡ്രോളിക് സിലിണ്ടറിന്റെ കേസ് പറയുമ്പോൾ ഇതിന് നോമൻക്ലേച്ചർ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന റോഡ് സൈഡ് എൻഡ് എന്നും റോഡ് എൻഡ് എന്നും, ഇതിനെ വിളിക്കുന്നത് പിസ്റ്റൺ എൻഡ് എന്നും വിളിക്കും. പിസ്റ്റൺ അല്ലെങ്കിൽ ബ്ലാങ്ക് എൻഡ് എന്നും വിളിക്കാം. BLANK, ബ്ലാങ്ക് എൻഡ് എന്ന് വിളിക്കാം. ഓക്കെ, അതായത് ഇപ്പം ഇനി നമുക്ക് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ സൈഡിലായിരിക്കും ഹൈ എനർജി ഫ്ലൂയിഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റോഡ് എൻഡിലാണ് ഹൈ എനർജി ഫ്ലൂയിഡ് കൊടുക്കുന്നത് എന്നായിരിക്കും നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി റോട്ടറി ആക്ച്വേറ്റേഴ്സിന്റെ കാര്യം എടുക്കാം. റോട്ടറി ആക്ച്വേറ്റേഴ്സിന്റെ ഈ റോട്ടറി മോട്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ റോട്ടറി ആക്ച്വേറ്റേഴ്സ് ആണ് നമ്മൾ വൈബ്രേറ്ററി മോട്ടേഴ്സിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. വൈബ്രേറ്ററി ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റോട്ടറി ആക്ച്വേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എന്താണ് ബേസിക് വർക്കിംഗ് എന്നുള്ളത് ഞാൻ പറയാം. ബേസിക് വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വെയിന് കുറെ ടർബൈൻ പോലുള്ള ഒരു ബ്ലൈഡ്സ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്, ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ഹൈ എനർജി ഫ്ലൂയിഡ് നമ്മൾ ഇതിനകത്ത് സപ്ലൈ ചെയ്യും. ഹൈ എനർജി ഫ്ലൂയിഡ് പോയിട്ട് ഇതിനെ ഇംബിൻ ചെയ്തിട്ട് ഈ ടർബൈൻ ബ്ലൈഡ്സിനെ കറക്കും, അല്ലെങ്കിൽ ഈ വെയിൻസിനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ വെയിൻസ് ഒക്കെ പിടിപ്പിച്ചിരിക്കുന്നത് ഈ ഷാഫ്റ്റാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ ഈ ഡയഗ്രം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഷാഫ്റ്റിന്റെ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ വൈബ്രേറ്ററി ഷാഫ്റ്റിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും, വൈബ്രേറ്ററി ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വൈബ്രേറ്ററി ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഇത് റൊട്ടേറ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നത് ലോ എനർജി ഫ്ലൂയിഡ് ആയിരിക്കും. ഈ ലോ എനർജി ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് വഴി കൊണ്ടുപോകും. അതായത് ഇത് ഇൻലെറ്റും ഇത് ഔട്ട്ലെറ്റും ആയിരിക്കും പറഞ്ഞത്. ഇതാണ് ബേസിക് റോട്ടറി ആക്ച്വേറ്റേഴ്സ്. ഈ റോട്ടറി ആക്ച്വേറ്റേഴ്സ് തന്നെ പല രീതിക്കുണ്ട്. ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഗിയർ പമ്പ്സ്, ഗിയർ റോട്ടർ, പിന്നെ വെയിൻ മോട്ടോർ, വെയിൻ മോട്ടോഴ്സ്. ഓക്കെ, പിന്നെ റേഡിയൽ പിസ്റ്റൺ പമ്പ്സ്, റേഡിയൽ പിസ്റ്റൺ മോട്ടോഴ്സ്, റേഡിയൽ പിസ്റ്റൺ റോട്ടേഴ്സ്. അങ്ങനെ ഒത്തിരി റോട്ടേഴ്സ് ഉണ്ട്. നമ്മൾ അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. റോട്ടറി ആക്ച്വേറ്റേഴ്സ് ഉണ്ട്, ലീനിയർ ആക്ച്വേറ്റേഴ്സ് ഉണ്ടെന്ന് മാത്രം ഇപ്പോൾ ബേസിക് ആയിട്ടുള്ളത് ലെവലിൽ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഡയറക്ഷൻ കൺട്രോൾ വാൽവ്സ്. എന്താണ് ഡയറക്ഷൻ കൺട്രോൾ വാൽവ്സ്? ഞാൻ ആദ്യമേ പറഞ്ഞു, ഡയറക്ഷൻ കൺട്രോൾ വാൽവിന്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എനർജി ഉള്ള ഫ്ലൂയിഡിനെ ഏത് ഡയറക്ഷനിലോട്ട് അത് ഡൈവേർട്ട് ചെയ്ത് വിടണം എന്നുള്ളതിന്റെ ഡ്യൂട്ടിയാണ് ഡയറക്ഷൻ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഡയറക്ഷൻ കൺട്രോൾ വാൽവിനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുന്നേ എന്താണ് ഡയറക്ഷൻ കൺട്രോൾ വാൽവ് സിംബോളിക്കലി റിപ്രസെന്റ് ചെയ്ത് നോക്കാം.
ഡയറക്ഷൻ കൺട്രോൾ വാൽവിനെ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനെയാണ് ഡി സി വി എന്ന് വിളിക്കുന്നത്. ഈ ഡി സി വിക്ക് നമ്മൾ നോമൻക്ലേച്ചർ നോക്കാം, അതിൻ്റെ നെയിമിങ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഡി സി വിക്ക് എത്ര പോർട്ട് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4. ഇതിന് 4 പോർട്ട് ഓപ്പണിങ്സ് ഉണ്ട്. പോർട്ട് എന്ന് വെച്ചാൽ ഓപ്പണിങ്സ്, അത്രയേ ഉള്ളൂ. ഈ പോർട്ട് വഴിയായിരിക്കും ഫ്ലൂയിഡ് അകത്തോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ വരുന്നത്. അപ്പം ഈ 4 പോർട്ട് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് 4 പോർട്ട്. 4 പോർട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെല്ലാം നെയിമും കൂടി കൊടുക്കാം. അപ്പോൾ ഇതിന് നെയിമിങ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ പി എന്ന് കൊടുക്കുന്നു, ഇതിന് ടി എന്ന് കൊടുക്കുന്നു, ഇതിന് എ എന്നും ഇതിന് ബി എന്നും ഞാൻ കൊടുക്കാം. പി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് വരുന്ന ലൈൻ. ടി എന്ന് വെച്ചാൽ ടാങ്കിലോട്ട് പോകുന്നത്. എയും ബിയും എന്ന് വെച്ചാൽ 2 പോയിന്റ്സ്, 2 ജസ്റ്റ് പോയിന്റ്സ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഈ പമ്പിൽ നിന്നും വരുന്ന ഹൈ എനർജി ഫ്ലൂയിഡ്, ഓക്കെ, ഹൈ എനർജി ഫ്ലൂയിഡിനെ ഞാൻ എയിലോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഈ പി വഴി കയറി നേരെ എയിലോട്ട്, എ എന്ന് പറയുന്നതിൽ ഒരു ചാനൽ ഉണ്ടാവും. ഈ ചാനൽ വഴി ഹൈ പ്രഷർ എനർജി ഫ്ലൂയിഡ് ഉള്ളത് എയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എ ട്രാൻസ്ഫർ ആയിട്ട് എ പോർട്ടിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് നമുക്ക് ഹൈ എനർജി ഫ്ലൂയിഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേപോലെ തിരിച്ച് ഫ്ലൂയിഡിന്റെ ട്രാവൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ബിയിൽ നിന്നും ടാങ്കിലോട്ടായിരിക്കും. ബിയിൽ നിന്ന് ടാങ്കിലോട്ട് പോയിട്ട് നേരെ ടാങ്കിലോട്ട് ഡിപ്പ് ചെയ്യും. ഇത് ഒരു പൊസിഷൻ. ഇനി എനിക്ക് ഈ സെയിം വാൽവിനെ കൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ പൊസിഷൻ മാറ്റിക്കാം. എങ്ങനെയാന്ന് നോക്കാം. സെയിം വാൽവ് തന്നെയാണ്. ഇവിടെ പി, ഇത് എ, ഇത് ബി, ഇത് ടി. പി എ ബി ടി. ഞാനിപ്പോൾ നേരത്തെ ഞാൻ പിയിൽ നിന്നും എയിലോട്ടാണ് ഞാൻ ഡൈവേർട്ട് ചെയ്ത് വിട്ടത്. ഇപ്പം എനിക്ക് സെയിം ഫ്ലൂയിഡിനെ പിയിൽ നിന്നും ബിയിലോട്ടും ഡൈവേർട്ട് ചെയ്ത് വിടാം. അതായത് ഒരു വാൽവിൻ്റെ, ഡയറക്ഷൻ കൺട്രോൾ വാൽവിൻ്റെ തന്നെ 2 പൊസിഷൻസ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ പിയിൽ നിന്ന് ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എയിൽ നിന്നും ടിയിലോട്ടായിരിക്കും ഫ്ലൂയിഡ് തിരിച്ചിറങ്ങേണ്ടത്. അതായത് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ബി എന്ന് പറഞ്ഞ പോർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച ഫ്ലൂയിഡ് ഇറങ്ങി പോകേണ്ടത് എയിൽ നിന്നും ടിയിലോട്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഡി സി വിയുടെ 2 പൊസിഷൻസാണ്, ഒരു സെയിം ഡി സി വിയുടെ 2 പൊസിഷൻസാണ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 പൊസിഷൻസും കൂടി ഒരുമിച്ച് നമുക്ക് നോക്കാം. ഇത് 2 പൊസിഷൻസ്, 2 റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ 2 പൊസിഷൻസ്. ഇനി 4 പോർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് 1 2 3 4. ആദ്യത്തെ പൊസിഷൻ ഡിനോട്ട് ചെയ്യുന്നത് പിയിൽ നിന്നും എയിലോട്ട്, പിന്നെ ബിയിൽ നിന്നും ടിയിലോട്ട്. ഇത് ഒരു പൊസിഷൻ. ഇനി രണ്ടാമത്തെ പൊസിഷൻ എന്ന് വെച്ചാൽ പിയിൽ നിന്നും ബിയിലോട്ടും എയിൽ നിന്നും ടിയിലോട്ടും. ഇത് രണ്ടാമത്തെ പൊസിഷൻ. അപ്പം ഒരു ഡി സി വി വാൽവിനെ തന്നെ നമുക്ക് 2 പൊസിഷനിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഈ സിംബോളിക് ഡയഗ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ലെഫ്റ്റ് സൈഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പൊസിഷൻ ആയിരിക്കും. ഫസ്റ്റ് പൊസിഷനിൽ എന്താണോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് അതായിരിക്കും സംഭവിക്കുന്നത്. അല്ല, ഞാൻ റൈറ്റ് സൈഡ് ആണെന്ന് പറഞ്ഞു റൈറ്റ് സൈഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് പൊസിഷനിൽ എന്താണോ പറഞ്ഞത് അതായിരിക്കും സംഭവിക്കുന്നത്. അപ്പം ഇതിന് മൊത്തം 2 പൊസിഷൻ ഉണ്ട്. അപ്പം ഈ ഡി സി വിക്ക് 4 പോർട്ട് ഉണ്ട്. 1 2 3 4 പോർട്ട് ഉണ്ട്, 2 പൊസിഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് 4/2 ഡി സി വി. ഓക്കെ, 4/2 ഡി സി വി. ഇതേപോലെ 5/2 ഡി സി വി ഉണ്ട്, 4/3 ഡി സി വി ഉണ്ട്. അതായത് 4 പോർട്ടും 3 പൊസിഷനുള്ള ഡി സി വി ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം എന്താണെന്നുള്ളത്. അപ്പം ഇവിടെ ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ഇവിടെ 1 2 3 4 പോർട്ടുണ്ട്, 2 പൊസിഷൻസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉറപ്പിക്കാം 4/2 ഡി സി വി ആണെന്നുള്ളത്. ഓക്കെ, ശരി. ഈ 4/2 ഡി സി വിയുടെ ഫസ്റ്റ് പൊസിഷൻ, അതായത് ഞാൻ പറഞ്ഞ ഈ ഫസ്റ്റ് പൊസിഷൻ ആക്ച്വേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഈ എ എന്ന് പറഞ്ഞ എൻഡിൽ നിന്ന് നേരെ കൊടുത്തിരിക്കുന്ന സിലിണ്ടറിന്റെ പിസ്റ്റൺ എൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് നേരെ പോയിരിക്കുന്നത് റോഡ് എൻഡിലാണ് പോയിരിക്കുന്നത്. ശരി, അപ്പം നോക്കാം എന്താ. ഹൈ എനർജി ഫ്ലൂയിഡ് നേരെ പി വഴി കയറി എയിലോട്ട് കയറും. എ എന്ന് പറഞ്ഞ് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത്
നമ്മുടെ പിസ്റ്റൺ എൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഹൈ പ്രഷർ എനർജി ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഹൈ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ പിസ്റ്റൺ നീങ്ങിയിട്ട് ഇങ്ങോട്ട് അതായത് ഈ എക്സ്റ്റൻഷൻ മോഡിലോട്ട് മാറും. എക്സ്റ്റൻഷൻ മോഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പിസ്റ്റന്റെ റോഡ് പുറത്തോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, അതേപോലെ നമുക്ക് റിട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡ് മാറ്റണം. അതായത് ഈ ഫസ്റ്റ് പൊസിഷൻ ഓഫ് ദ ഡി സി വിനെ മാറ്റിയിട്ട് സെക്കൻഡ് പൊസിഷൻ എന്നുള്ള ഡി സി വി, അതായത് ഈ ഡി സി വിനെ നമുക്ക് ഇങ്ങോട്ട് ആക്ച്വേറ്റ് മാറ്റി വെക്കണം. അതായത് എ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇതിലോട്ട് വരയ്ക്കാം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം ഇതിനെ കണക്ഷൻസ് മാറ്റി, ഞാനിപ്പം പിയിൽ നിന്നും ഇതിലോട്ടും ഇതിൽ നിന്നും ഇതിലോട്ടും കൊടുക്കാം. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അതായത് ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ പൊസിഷൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹൈ പ്രഷർ എനർജി ഫ്ലൂയിഡ് ഇതുവഴി കയറി, ഓക്കെ, പി എന്ന് പറഞ്ഞ എൻഡിൽ കയറി നേരെ പോകുന്നത് ബി എന്ന് പറയുന്ന സൈഡിലോട്ടായിരിക്കും. അതായത് സെക്കൻഡ് പൊസിഷൻ, ഈ സെക്കൻഡ് പൊസിഷൻ ബി എന്ന് പറഞ്ഞ പൊസിഷനിലായിരിക്കും. ഈ ബിയിൽ നിന്നും ഫ്ലൂയിഡ് നേരെ കയറി നേരെ ഫില്ലാവുന്നത് റോഡ് എൻഡിലായിരിക്കും ഫില്ലാവുന്നത്. റോഡ് എൻഡിൽ ഫില്ലാവുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും ഹൈ പ്രഷർ എനർജി, ഹൈ ഫോഴ്സ് ഫോം ആവുന്നത് കാരണം ഈ പൊസിഷനിൽ നിൽക്കുന്ന പിസ്റ്റണിനെ ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് പുഷ് ചെയ്യും. ലെഫ്റ്റ് സൈഡിലോട്ട് പുഷ് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് റോഡ് റിട്രാക്ഷൻ നടക്കും. അതായത് പിസ്റ്റൺ ഇങ്ങോട്ട് നീങ്ങിയിട്ട് റോഡും തിരിച്ച് റിട്രാക്ട് ചെയ്യും. അപ്പം ഇതിനെ വിളിക്കുന്ന റിട്രാക്ഷൻ പൊസിഷൻ. അപ്പം ഈ രണ്ട് പൊസിഷനെ നമ്മുടെ സിലിണ്ടറിൽ നടക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ 2 പൊസിഷൻ ഡി സി വി നമ്മൾ അവിടെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇതാണ് ഈ ഡി സി വി, നമ്മുടെ ഈ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ ഡി സി വി കൊണ്ട് ഈ ആക്ച്വേറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ശരി, ഇനി നമുക്ക് അടുത്ത നോക്കാൻ പോകുന്നത് ഫ്ലൂയിഡ്സ് ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ശരി, നമുക്ക് ഫ്ലൂയിഡ് സർക്യൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വേണം. ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഹൈഡ്രോളിക് ടാങ്ക്. ഓക്കെ, ഈ ടാങ്കിനകത്തൊരു സ്റ്റെയിനർ ഉണ്ട്, ഒരു ഫിൽറ്റർ. അതായത് നമുക്ക് പൊടിയൊന്നും ഫിൽറ്റർ ചെയ്ത്, ദാറ്റ് മീൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും ഇത് നേരെ പമ്പിലേക്ക് വരുന്നത്. അതായത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഒരു പമ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശരി, ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പിന് ഞാനിവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്കിളും ഒരു അകത്തൊരു ചെറിയ ട്രയാങ്കിളും വരച്ചിട്ടാണ്. ഈ ട്രയാങ്കിൾ ഞാൻ ഫുള്ളും ബ്ലാക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോളിഡ് ട്രയാങ്കിൾ ആണ് ഞാൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ഹൈഡ്രോളിക് പമ്പ് എന്ന് വിളിക്കും. അല്ല, ന്യൂമാറ്റിക്കിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സർക്കിൾ വരച്ചിട്ട് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ മാത്രം വരച്ചാൽ മതി. ഇതിനെ നമുക്ക് ന്യൂമാറ്റിക് പമ്പ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ശരി. ഇപ്പം ഈ ഹൈ പ്രഷർ, ഈ ലോ എനർജിയിലുള്ള ഫ്ലൂയിഡിനെ നമ്മളൊരു പമ്പ് വഴി കയറ്റി നമ്മൾ ഹൈ എനർജി ലെവലിലോട്ട് മാറ്റും. ഹൈ എനർജി വഴി കയറി നേരെ പോകുന്നത് ഡി സി വിയിലോട്ട്. ഓക്കെ, ഈ നേരെ കയറി പോകുന്നത് ഡി സി വിയിലോട്ട്. ഈ ഡി സി വിയിൽ നിന്നും ഏത് എൻഡിലേക്കാണ് പോകുന്നത് ആ എൻഡിലേക്ക് നേരെ കയറി ഈ പിസ്റ്റണിനെ ആക്ച്വേറ്റ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റന്റെ മറ്റേ എൻഡിൽ, അതായത് ഏത് എൻഡിലാണോ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, പിസ്റ്റൺ സൈഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ ഫ്ലൂയിഡ് നേരെ തിരിച്ച് നമ്മുടെ ഡി സി വി വഴി കയറി നേരെ ടാങ്കിലോട്ട് എത്തും. ഇത്രയേ ഉള്ളൂ ഹൈഡ്രോളിക് സർക്യൂട്ട്. അപ്പോൾ ഇതിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, ആ സ്കീമാറ്റിക് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം നമുക്ക് വേണ്ടത് ടാങ്ക്, പിന്നെ ടാങ്കിൽ നിന്നൊരു ഫിൽറ്റർ വേണം, ഫിൽറ്ററിൽ നിന്നും ഒരു പമ്പ് വേണം, അല്ലേ? ഇത് ബേസിക് ഏത് സർക്യൂട്ട്, ഹൈഡ്രോളിക് സർക്യൂട്ട്സ് എടുത്താലും ഇത്രയും കാര്യം മസ്റ്റ് ആയിട്ടും വേണം. ഓക്കെ, ഇത്രയല്ല, ഈ ഡി സി വി വേണം നമുക്ക് പറയാം. ഇതെന്തായാലും ബേസിക് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ, ടാങ്ക്, ഫിൽറ്റർ, പമ്പ്, ഇത് മസ്റ്റ് ആയിട്ടും വേണം. ഓക്കെ, ഈ ഹൈ എനർജി ഫ്ലൂയിഡ് നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡി സി വിയിലോട്ടാണ്. അപ്പോൾ ഈ ഡി സി വിയുടെ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇതിന്റെ നോമൻക്ലേച്ചർ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന് എത്ര പോർട്ട് ഉണ്ടെന്ന് നോക്കാം. ഇതിന് 1, 2, 3, 4 പോർട്ട് ഉണ്ട്. എത്ര പൊസിഷൻ ഉണ്ടെന്ന് നോക്കാം. ഇത് ഒന്നാമത്തെ പൊസിഷൻ, ഇത് രണ്ടാമത്തെ പൊസിഷൻ, ഇത് മൂന്നാമത്തെ പൊസിഷൻ. അപ്പോൾ നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റുന്ന വെച്ചാൽ 4/3 ഡി സി വി. വീണ്ടും ഇതിനെ ഒന്നും കൂടി പൊലിപ്പിക്കാൻ വേണമെങ്കിൽ 4/3
മാനുവൽ ആക്ച്വേറ്റഡ്, അത് മാനുവലി ആക്ച്വേറ്റ് ചെയ്യുന്ന സിമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 4/3 മാനുവലി ആക്ച്വേറ്റഡ് DCV. ഓക്കെ, ഈ DCVനെ പല രീതിക്ക് നമുക്ക് ആക്ച്വേറ്റ് ചെയ്യാം. അതായത് പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എനർജൈസ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊരു ചെറിയ പുഷ് കൊടുക്കുക. ഇവിടെ നിന്ന് ചെറിയ പുഷ് കൊടുക്കുമ്പം ഈ സർക്യൂട്ട് ഫുള്ളും ഇതിലോട്ട് കണക്ഷൻ മാറും. ഓക്കെ, അല്ല എനിക്ക് തേർഡ് പൊസിഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലേശം ഒരു പുഷ് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തേർഡ് പൊസിഷനിലോട്ട് കണക്ഷൻ മാറും. അപ്പോൾ ഏത് കണ്ടീഷനിലോട്ടാണ് ആക്ച്വേറ്റ് ചെയ്യിക്കേണ്ടത് ആ കണ്ടീഷനിലോട്ട് മാറ്റുക. അപ്പം ഈ കണ്ടീഷൻ ആക്ച്വേറ്റ് ചെയ്യിക്കുന്ന കണ്ടീഷൻസിൽ പല രീതിക്കുണ്ട്. മാനുവലി ഓപ്പറേറ്റ് ചെയ്യാം, സോളിനോയിഡ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം. നമ്മളിവിടെ ട്രാക്ക് മെഷീനിൽ പലതും കണ്ടിട്ടുള്ളത് സോളിനോയിഡ് ഓപ്പറേറ്റഡ് DCVs ആണ്. ഓക്കെ, അപ്പം ഇതാണ് സോളിനോയിഡ്. അപ്പം ഇതിന് പകരം ഇവിടെ മാനുവലി ലിവറിന് പകരം ഇവിടെ ഒരു സോളിനോയിഡ് ആയിരിക്കും ഉള്ളത്. ഈ സോളിനോയിഡ് എനർജൈസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ പൊസിഷൻ 1, 2, 3 എന്നുള്ള ഈ പൊസിഷനിലോട്ട് മാറുന്നത്. ഓക്കെ, അപ്പം ഇതായിരിക്കും കണ്ടീഷൻ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഇത് ഫസ്റ്റ് കണ്ടീഷനിലാണ് ആക്ച്വേറ്റ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് കണ്ടീഷനിലാണ് ആക്ച്വേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ A എന്ന് പറയുന്ന ലൈന് ഇവിടെ ആയിരിക്കും പോകുന്നത്, B എന്ന് പറയുന്ന ലൈന് ഇങ്ങോട്ടുമായിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കാം. അതായത് ഈ ഹൈഡ്രോളിക് സർക്യൂട്ട് ഇങ്ങനെയായിരിക്കും ഉള്ളത്. ഓക്കെ, അതായത് ഹൈ എനർജി ഫ്ലൂയിഡ് നേരെ P വഴി കയറി A എന്ന് പറയുന്ന എൻഡിലേക്ക് എത്തും. A എന്ന് പറയുന്ന എൻഡിൽ നിന്നും ഹൈ എനർജി ഫ്ലൂയിഡ് നേരെ പോകുന്നത് പിസ്റ്റൺ സൈഡിലേക്ക് പോകുമ്പോഴേക്കും ഇത് ഇവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ഈ പിസ്റ്റൺ ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ പിസ്റ്റൺ റോഡ് ഫുള്ളും എക്സ്റ്റൻഷൻ നടക്കും. അതേസമയം ഇതിനകത്തുള്ള കുറേ ഫ്ലൂയിഡ്സ് ഉണ്ടാവും. ഈ ഫ്ലൂയിഡ്സ് തിരിച്ച് ടാങ്കിലേക്ക് എത്തുന്ന പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ B വഴി കയറി ഇത് നേരെ ഇറങ്ങി ടാങ്കിലോട്ടെത്തും. ഓക്കെ, ഇത് തിരിച്ചുള്ള പൊസിഷൻ. അല്ല മൂന്നാമത്തെ പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ അത് റിട്രാക്ഷൻ പൊസിഷൻ ആയിരിക്കും. ഈ മൂന്നാമത്തെ പൊസിഷൻ ആക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിലിണ്ടർ റിട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ DCVസിനെ നമ്മൾ ആക്ച്വേറ്റ് ചെയ്തിട്ടാണ് സിലിണ്ടറിനെ എക്സ്റ്റെൻഡും റിട്രാക്റ്റും നമ്മൾ ചെയ്യുന്നത്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബേസിക് സിലിണ്ടറിനെ നമുക്ക് ഈ DCV വെച്ചിട്ട് നമുക്ക് നോക്കാം. അതായത് ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ് പൊസിഷൻ എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരയ്ക്കാം. ഫസ്റ്റ് പൊസിഷൻ ആക്ച്വേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് നേരെ പോയി ടാങ്കിലോട്ട് വീഴും. അതായത് ഹൈ എനർജി ഫ്ലൂയിഡ് നേരെ കയറി പിസ്റ്റൺ എൻഡിലോട്ട് വരും. ഇത് സിലിണ്ടറിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ്സിനെ നേരെ തിരിച്ച് നമ്മുടെ ടാങ്കിലോട്ട് റിട്രാക്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ തിരിച്ച് ഇപ്പോൾ സപ്പോസ് പിസ്റ്റൺ ഇവിടെ നിൽക്കുകയാണെന്ന് കൺസിഡർ ചെയ്യാം. എനിക്ക് തിരിച്ച് പഴയ ഹോം പൊസിഷനിലോട്ട് കൊണ്ടുവരണം. അതായത് പഴയ സ്റ്റേറ്റ് ആയ ഈ പൊസിഷനിലോട്ട് കൊണ്ടുവരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത്തെ പൊസിഷൻ ആക്ച്വേറ്റ് ചെയ്യണം. രണ്ടാമത്തെ പൊസിഷൻ ആക്ച്വേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇതാണ് ഹൈ പ്രഷർ എനർജി ലൈന്. ഈ ഹൈ പ്രഷർ എനർജി ലൈന് ഞാൻ ബിയിലോട്ട് കൊടുക്കുന്നു. നേരത്തെ കൊടുത്തത് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കും. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷർ എനർജി ലൈന് ഇവിടെ നേരെ കയറി ബി വഴി പോയി ഈ സൈഡിലായിരിക്കും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പിസ്റ്റണിനെ പുഷ് ചെയ്ത് പഴയ പൊസിഷനിലോട്ട് കൊണ്ടെത്തും. അറ്റ് ദ സെയിം ടൈം ഇതിനകത്തുള്ള ഫ്ലൂയിഡ് ഇതുവഴി കയറി ഇറങ്ങി ടാങ്കിലോട്ട് വരും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന ഇതാണ് ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോളിക് സർക്യൂട്ട്. ശരി, ഈ ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോളിക് സർക്യൂട്ട്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ പ്രഷർ റിലീഫ് വാൽവ് ഒക്കെ വെക്കാം. പ്രഷർ റിലീഫ് വാൽവ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവിടെ നമ്മളൊരു പ്രഷർ റിലീഫ് വാൽവ് വെക്കും. അപ്പോൾ ഈ പ്രഷർ റിലീഫ് വാൽവ് എന്താണ്, അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, എവിടെ നമ്മൾ ഫിക്സ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയുള്ള ഒരു സെഷനിൽ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് പ്രഷർ റിലീഫ് വാൽവ്, എന്തിനാണ് ഈ പ്രഷർ റിലീഫ് വാൽവ് വെക്കുന്നത്, അല്ലെങ്കിൽ അത് എവിടെ പ്ലേസ് ചെയ്യണം, അതൊക്കെയാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ്. പ്രഷർ റിലീഫ് വാൽവ് ഉണ്ട്, സേഫ്റ്റി വാൽവ് ഉണ്ട്, സീക്വൻസിങ് വാൽവ് ഉണ്ട്, അല്ലെ ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ എവിടെയാണ് വെക്കുന്നത് നമുക്ക് പിന്നെ ഒരു സെഷനിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഹൈഡ്രോളിക് സർക്യൂട്ട്. അപ്പോൾ ഇതൊന്ന് നോക്കി മനസ്സിലാക്കുക. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കുക. ഇത് തന്നെയായിരിക്കും എല്ലായിടത്തും നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.